ഹലോ ഗൈസ്, അപ്പോ ഞങ്ങള് ക്യൂ&എ ക്വസ്റ്റ്യൻസും അപ്പോ ക്യൂ&എയുടെ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സിനൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മളിപ്പോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയണം, പേര്, സ്ഥലം, പിന്നെ ഏജ്. എന്റെ പേര് അൻസാജ്, വയസ്സ് 22, കൊല്ലം തന്നെ സ്ഥലം. എന്റെ പേര് വൈഷ്ണവ്, കണ്ടാൽ പറയത്തില്ലെങ്കിൽ എനിക്ക് 22 വയസ്സേ ഉള്ളൂ. ചോദിക്കരുത്. അശ്വിൻ, എനിക്ക് 21 വയസ്സേ ഉള്ളു. വേറെ കൂട്ടത്തിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. പക്ഷെ ഈളം കൊണ്ടും മുഖത്തിലുള്ള ഇതൊക്കെ കൊണ്ട് ഞാൻ ബാച്ചിലറാ. എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. നല്ല പ്രായം തോന്നിക്കും. പക്ഷെ 21 വയസ്സേ ഉള്ളു. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തിയാണ്. കണ്ടാൽ പറയത്തില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. മൂഡ് പോയി. എന്റെ പേര് സെയ്ദ്. മുഹമ്മദ് സൈദലി. വീട്ടിലെ എനിക്ക് വയസ്സ് 23. അത് രണ്ടുപേരും മുമ്പ്. വീട്ടിൽ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, കൊച്ചച്ഛൻ, അനിയത്തി. എന്റെ വീട്ടിൽ ഞാൻ, മമ്മി, ഡാഡി, പിന്നെ അമ്മ. എന്റെ വീട്ടിൽ ഞാൻ, എന്റെ വീട്ടിൽ പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. പിന്നെന്താ, ചാനൽ നെയിം ആരാണ്? ചാനൽ നെയിം സജസ്റ്റ് ചെയ്തത് ഇവരാണ്, വൈഷ്ണവാണ്. ഞങ്ങൾ ആദ്യത്തെ ചാനൽ കൊളോപ്ഷൻ എന്തോ ആയിരുന്നു. അതൊരു പേരാണ്. ഞങ്ങൾ എല്ലാവരും ഭയങ്കര നല്ല പേരാണ്, ഞങ്ങൾ മാറ്റി. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ഏതാ? ഫേവറേറ്റ് സോങ് അലുമാ ഡോലുമാ. എനിക്ക് അങ്ങനെ ഫേവറേറ്റ് സോങ്സ് ആയിട്ടില്ല, മിക്കതും ഹിന്ദി സോങ്സ് ആണ് കൂടുതൽ ഫേവറേറ്റ്. എനിക്കിപ്പോ തുടരിലും സിനിമയിലെ പാട്ടുകളാണ് ഇഷ്ടം. സോങ്സ് ഐ ലൈക്ക് ഫീൽ ഗുഡ് സോങ്സ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല, എല്ലാ പാട്ടും കേൾക്കും. എല്ലാ പാട്ടും അങ്ങനെ തന്നെ പിന്നെ ഇഷ്ടമൊന്നും ഇല്ല, എല്ലാ എന്നാൽ ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മറ്റേ വേടന്റെ പാട്ടാണ്. ഫേവറേറ്റ് സിംഗർ ആരാ? ഫേവറേറ്റ് സിംഗർ എന്റെ അർജിത് സിംഗ്. നമ്മുടെ MG ശ്രീകുമാർ. അടിപ്പൂക്കുട്ടി. നീ അങ്ങനെ പാട്ടിലോട്ട് വലിയ എന്താ ഇഷ്ടമൊന്നുമില്ല, എല്ലാവരും കേൾക്കും, അത്രേ ഉള്ളു. പറഞ്ഞല്ലേ, എല്ലാം കേൾക്കും. എല്ലാം കേൾക്കും. പ്രത്യേകിച്ച് വേടന്റെ പാട്ട്. നെയ്മീറ്റ് ഞാൻ ഫേവറേറ്റ് യൂട്യൂബർ ഏതാ? ഫേവറേറ്റ് യൂട്യൂബർ എപ്പോഴും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് കരിക്കാണ്. നിനക്കൊക്കെ എന്തിന്റെ ക്രിമേഡിയാടാ? പോയി കിടന്ന് ഉറങ്ങടാ. ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അവര് തന്നെയാണ്. അവരാണ് ഈ ഒരു കണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇറങ്ങി വന്ന് നമ്മളെ കോമഡി കോമഡി വർക്കാവാൻ തുടങ്ങിയത് കരിക്കാണ്. അത് കരിക്കാനാണ് എപ്പോഴും ഫേവറേറ്റ്. ആറ്റിറ്റ്യൂഡ് ബോയ് ഏതാ? ആറ്റിറ്റ്യൂഡ് ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. My life, my rules. My life, my rules. Reasons to start YouTube channel. അങ്ങനെയും പറയാം. പിന്നെ എന്താണ് വെറുതെ തുടങ്ങിയാണ്, അങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട് തുടങ്ങിയില്ല. എന്നാലും ഇപ്പൊ പൈസ കിട്ടുന്ന, പൈസ കിട്ടാൻ പോകുന്നത് ഇൻസ്റ്റ തുടങ്ങി. അപ്പൊ യൂട്യൂബ് വേണ്ടേ? അത്രേ ഉള്ളു. ജോബ് ഓർ സ്റ്റഡി? ഞങ്ങൾ എല്ലാരും സ്റ്റഡിയാണ്. ആർക്കും ജോബൊന്നും ആയിട്ടില്ല. നേവൽ ആർക്കിടെക്ചർ, മൈക്രോബയോളജി, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, പിന്നെ ഞാൻ നോട്ടിക്കൽ സയൻസ്. ഇങ്ങനെയൊക്കെ പഠിച്ചോണ്ട് ഇവന്മാരെണ്ണം പഠിച്ചോണ്ടിരിക്കുന്ന. നോട്ടിക്കൽ സയൻസ് അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. അവിടെ ഹാർബറിൽ എന്ത് ബൾബും ട്യൂബും ഫീസ് ആയാലും അങ്ങനെയാ വിളിക്കുന്നത്. അല്ലെങ്കിൽ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിട്ട് കമ്മിറ്റഡ് ഓർ സിംഗിൾ? ഞങ്ങൾ എല്ലാവരും സിംഗിൾസ് ആണ്. ഇവൻ സിംഗിൾ, ഇവന് സിംഗിൾ, ഇവന് സിംഗിൾ. അല്ല, ഞാനും സിംഗിൾ, ഇവന് സിംഗിൾ. ഞങ്ങൾ എല്ലാവരും സിംഗിൾസ് ആണ്.
കമ്മിറ്റഡ് എസ്പെഷ്യലി ബ്ലാക്ക് ഷർട്ട് താടിയുള്ള ചേട്ടൻ. താടിയുള്ള ചേട്ടൻ എന്ന് പറയുമ്പോ ഇവനെ ഗേ ആണ്. സത്യങ്ങൾ പുറത്തിറങ്ങുന്നു. നിങ്ങളൊക്കെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങള് കൊല്ലത്തുണ്ട്. കൊല്ലത്താണ് ഏട്ടാ ഞങ്ങളെ വീട്. കൊല്ലത്താണ് വീട്. കൊല്ലത്തേനുണ്ട്. നേരിട്ട് വേണമെങ്കിൽ ഒരു മീറ്റപ്പ് പറഞ്ഞാൽ മതി, സെറ്റ് ആക്കാം. ഫണ്ണി പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഓരോ വീഡിയോസിനും ഓരോരുത്തരാണ് ഫണ്ണി. അതിപ്പം ഭയങ്കര ഫണ്ണിയാണ്. അത് ഇവന്റെ ഭാഷ പറഞ്ഞ അങ്ങനെയാണ് ഇവ ഫണ്ണി. ആ ഒരു സ്ലാങ്ങിനാണ് ഇവന് ഫണ്ണി വരുന്നത്. പിന്നെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാരും കുഞ്ഞിലായിട്ട് ഒരുമിച്ച് പഠിച്ചാണ്. ഞങ്ങള് 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ മറ്റേ 5ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലാണ് ഞങ്ങള് സെയിലായിട്ട് ഞങ്ങളല്ലാതെ 1ാം ക്ലാസ് പഠിക്കാൻ ഇഷ്ടം ഉണ്ടായിട്ട് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോ തന്നെ കരിക തന്നെ. പിന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതിന് വരുന്നതാണ്. അങ്ങനെ എന്താ പറഞ്ഞ അങ്ങനെ ആലോചിച്ച് അങ്ങോട്ട് പോകാറില്ല. കണ്ടന്റ് എല്ലാം ഇങ്ങോട്ട് വരുന്ന രീതി തന്നെയാണ് എനിക്ക്. ചേച്ചി വീഡിയോസ് ചേച്ചി എന്ന് പറയുന്നത് ചേച്ചി നമ്മളോട് പഠിച്ചാണ് ഗൈസ്. അവളിപ്പോ വേറെ സ്റ്റഡീസ് ഒക്കെ ഉണ്ട് പോയി അങ്ങനെ പോയത്. അശ്വിൻ ബ്രോസ് ഫേസ് എനിക്ക് അങ്ങനെ ഒന്നും അശ്വിൻ ബ്രോസ് ഫേസ് ലൈക്ക് മൈ കസിൻ ബ്രദർ. അതിന്റെ അച്ഛനങ്ങനെ നീ എന്താ ആലോചിക്കുന്നത്? അടുത്ത ദിവസം ചേട്ടാ നിങ്ങളെ വീഡിയോ സൂപ്പറാണ്, താങ്ക് യു. ഇങ്ങനെ എന്താ നിങ്ങളിപ്പോ Q&A ഇട്ട സമയത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും വരും ഞങ്ങൾ വിചാരിച്ചില്ല. എന്താ പറഞ്ഞ ഒരുപാട് നന്ദി. നിങ്ങളാണ് ഞങ്ങളെ വളർത്തിയത്. വൈ നോട്ട് ട്രൈ ഇൻ സിനിമ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല. ആഗ്രഹമുണ്ട്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടോ? അതെ. പ്ലേസ് എവിടെ? ഞങ്ങളുടെ പ്ലേസ് കൊല്ലം. ഇൻട്രൊഡ്യൂസ് വരുവാൻ നിങ്ങളെല്ലാരും കമ്മിറ്റഡ് ആണോ? നിങ്ങളുടെ പ്ലേസ് എവിടെ? ഫാമിലി മെമ്പേഴ്സ് അതൊന്നും പറഞ്ഞു തോന്നല്ലേ? ലവ് സ്റ്റോറി പറയാം. ലവ് സ്റ്റോറി കല്യാണം കഴിഞ്ഞായിരുന്നോ? ഇല്ല, ഞങ്ങൾക്കല്ല. ഇവന് 22, 21, 21, 23 ഇങ്ങനെയാണ് ഞങ്ങൾക്ക് കല്യാണം. സോ എന്റെ അടുത്ത് നിങ്ങൾ ആരാ മൂത്തത്? ആണ് മൂത്തത്. പിന്നെ ഹൻസാജ്, പിന്നെ ഇവൻ, പിന്നെ ഞാൻ. ഏറ്റവും ഉള്ളതാണ് ഞാൻ. കോമഡി എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം വേറെ ആരും ഗെറ്റിംഗ് ദിസ് കോമഡി എന്ന് പറയുമ്പോഴത്തേക്കും അതാ എന്താ പറയുന്ന നമ്മൾ ഇതിനൊക്കെ സംസാരിക്കാൻ കുറെ ഗൂക്ക് കിട്ടത്തില്ല. അതൊക്കെ നമ്മൾ വീഡിയോ അതാ. പിന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എന്താ എങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഓപ്പോസിറ്റും ചിന്തിക്കും. ഞാൻ ചിരിക്കുന്ന ഒരു രീതി അതാ അങ്ങനെ തന്നെ മനസ്സിൽ അങ്ങനെ ഞാൻ ചിന്തിക്കാറ്. എന്ന് വെച്ചാൽ എവിടെ ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാകും ഞാൻ അങ്ങനെ കണ്ടന്റ് ആക്കി എടുത്ത് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വീഡിയോ മെയ്ഡ് വീഡിയോ എനിക്ക് ഏറ്റവും എന്താ കംപ്ലീറ്റഡ് ആയിട്ട് തോന്നിയത് മറ്റേ വക്കീലിന്റെ വീഡിയോ KIZ. അത് നമ്മുടെ എന്താ പറയുന്നത് എല്ലാവരുടെയും ആക്ടിങ് കറക്റ്റ് ആയിട്ട് എനിക്ക് വന്നെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും നല്ല കോമഡി ആയിരുന്നു മറ്റേ ഓടുന്ന 2ാമത്തെ പാർട്ട് എടുത്തപ്പോഴാണ് ഏറ്റവും കോമഡി. പിന്നെ ഒരു വീഡിയോക്കകത്ത് പിന്നെ ഒരു വീഡിയോക്കകത്ത് എന്താ പറയുന്ന ഒരു നമ്മളെ ബൈക്കില് പോലീസ് മെയിൻ ആയിട്ട് ആദ്യം അത് 1 മില്യൺ ബോയ്സ് മാത്രമുള്ള. പിന്നെ പറഞ്ഞത് അത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഞാൻ കോട്ടയത്ത് പഠിച്ചപ്പോ സംഭവിച്ചൊരു നടന്നൊരു സംഭവമാണ് അതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ മറ്റേ ഒരു വീഡിയോക്കകത്ത് നിന്നെ സ്കൂട്ടറിന്റെ അടുത്ത് മേടി വെച്ചിട്ട് വീഡിയോ എടുത്തില്ലേ ഓടി വരുന്നത്, ഓർമ്മയുണ്ടോ? NCC നീ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്ത് ഞാൻ വണ്ടി ഓടിച്ച് ഇവൻ ഓടുന്ന കണ്ടി ഇങ്ങനെ സൈഡിൽ കൂടെ എടുത്തോണ്ടെന്ന് ഓർമ്മയുണ്ട? അത് നല്ല രസമായിരുന്നു. എയിം സബ്സ്ക്രൈബർ കൗണ്ട് അങ്ങനെ വരുന്നവര് വരട്ടെ. അതാ ഇഷ്ടപ്പെട്ട് വരുന്നവരല്ല. അല്ല ഒരു 1 മില്യൺ തന്നാ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ബ്രദേഴ്സ്. കണ്ടന്റ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ. പിന്നെ ഇവനും കണ്ടന്റ് ഉണ്ടാക്കും. പിന്നെ എഡിറ്റർ ഇവനാട്ടോ മെയിൻ എഡിറ്റർ. പിന്നെ ഹൻസാജ് ചേട്ടാ സിംഗിൾ. പിന്നെ ഹൻസാജ് സിംഗിൾ ആണ്.
അതെ അതെ. നിങ്ങളെ പേര് ഒരു പാട്ടോട് അൻസാജ് ഒരു പാട്ട് അൻസാജ് പാടണം. അൻസാജ് പാട്ട് പാടണം. അൻസാജ് പാടണം. അൻസാജ് അൻസാജ് പാടണം. രണ്ടുപേരും പാടണം. അൻസാജ് ഇപ്പൊ നീയാണെങ്കിൽ എന്നെ ഇട്ടാൽ തരാം. നീ എന്നെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അൻസാജ് ഒരു പാട്ട് പാടും. അൻസാജ് ഇവന്മാര് പറഞ്ഞിട്ടാക്കി അത് തന്നെ എന്തോ ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ, പാട്ട് പാടാൻ പാടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ആൻസറിന് പാട്ട് അൻസാജ് പാടണം guys. പാട്ട് പാട്. ഞാൻ അൻസാജ് പാടിയിട്ട് ഇവനെ പോയി അൺഫോളോ ചെയ്തോ എല്ലാവരും. ലാസ്റ്റ് പാടാം. സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞാണ്. ചേട്ടന്മാരുടെ വീട് എവിടെയാണ്? എല്ലാവരും പഠിക്കണം. അശ്വിൻ ചേട്ടൻ സീനാണ്. ഒന്നാം വല്ല പൊക്കമുണ്ട്. ഉറങ്ങിയ സ്വർഗത്തില് ഉണർന്നത് നരകത്തിലോ വല്ലാത്തൊരു യോഗം തന്നെ. ബ്രോ ഹായ് തരുമോ? ഹായ്. ഓണറാണ് ചാനലിന്റെ ഓണർ. ഞങ്ങൾ എല്ലാവരുടെയും ചാനലുണ്ട്. എല്ലാവരുടെയും ഉണ്ട്. പിന്നല്ല ഫുൾ സ്റ്റോറി നിങ്ങൾ പുറകെ നടന്നിട്ടുണ്ടോ? ഫുൾ സ്റ്റോറി. ക്യാമറമാൻ ഡയറക്ടറാ. എല്ലാരും ഡയറക്ടേഴ്സ് ആണ്. നിങ്ങൾ എല്ലാരും ഫ്രണ്ട്സ് ആണോ? അങ്ങനെയാണ് മുതൽ എപ്പോഴും മുതൽ കൊച്ചിലെ മുതൽ ഫുൾ നെയിം നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഐഡിയാസ് നല്ലതുണ്ടെങ്കിൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യും. നമ്മൾ അതിനകത്ത് ഇത് ചെയ്യാം. ആ നീളമുള്ള ചേട്ടൻ ലൈൻ ഉണ്ടോ? നീളമുള്ള ചേട്ടൻ ലൈൻ ഇല്ല. ചേട്ടൻ അൻസാജ് ചേട്ടൻ കമ്മിറ്റഡ് ആണ്. അൻസാജ് ചേട്ടൻ കമ്മിറ്റഡ് അല്ല. കമ്മിറ്റഡ് അല്ല. ഷൂട്ടിംഗ് ചെയ്യാൻ കൂടുതൽ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചിരിക്കുന്ന ആളായിരിക്കും. അതാ ബ്ലൂപ്പറിന്റെ അറിയാം. അൻസാന്റെ ഷോർട്സ് മാത്രമേ എപ്പോഴും വരും. അഞ്ച മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. കാരണം ചില സമയം നമുക്ക് അങ്ങനെ തോന്നും മനഃപൂർവ്വം ബ്ലൂപ്സ് അത് പിന്നെ ഇവന്മാർ അപ്പുറത്ത് നിന്നിട്ട് ഇവന്മാർ എന്നെ ഇപ്പുറത്ത് നിന്ന് ചിരിപ്പിക്കും. അപ്പൊ പിന്നെ ചുമ്മാ ചിലതൊന്നും ഞങ്ങൾ മനഃപൂർവ്വം ചില സീനൊക്കെ നമ്മളിങ്ങനെ എടുക്കാൻ നേരത്ത് ഒന്നും എടുത്തളാം. ഇങ്ങനത്തെ പല സീനുകളുണ്ട്. ഇവനുണ്ട്, ഇവൻ ചെയ്ത് എടുത്തിട്ട് ഒന്നും എടുത്തളാം. പക്ഷെ അത് എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നു. തീർക്കുന്ന സമയത്തുള്ള മുടി വീണേ, ഇതിന് മിണ്ടുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ചുറ്റിലേക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ ഞങ്ങളാണ് രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്ന് നമ്മൾ വിചാരിക്കും. അതെ, ഞങ്ങളാണ് ദി ഫൺ ക്രൂ. അതെ, നമ്മൾ അവസാന വാക്കിനായി സൈതലി ക്ഷണിച്ചു. ഇതുവരെ ഒന്നും മിണ്ടുന്നില്ല. ചെയ്തലി നമ്മുടെ ചങ്കാണ്. പറഞ്ഞു എല്ലാരും വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. ബൈ ഗൈസ്.